പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. സൗമ്യങ്ങളായ ഗുണത്തോടു കൂടിയവനുമായ ആ ബുധനെ ഞാൻ നമസ്കരിക്കുന്നു. ജ്യോതിഷത്തിൽ ബുധന് വളരെയധികം പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. മറ്റേത് ഭാവങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോഴും ബുധൻ ഏറ്റവും മോശപ്പെട്ട ഭാവങ്ങളിൽ നിന്നാലും നല്ല ഫലത്തെയാണ് പ്രദാനം ചെയ്തിരിക്കുന്നത്. 8ാം ഭാവത്തിൽ അങ്ങേറ്റം ദോഷമായ അഷ്ടമം, മരണത്തെ ചിന്തിക്കുന്ന, ക്ലേശങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ടുന്ന 8ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും എല്ലാം തന്നെ നിന്നാൽ വളരെ മോശം ഫലമാണ് പറഞ്ഞത്. പക്ഷെ ബുധൻ നിന്നാൽ മാത്രമേ വിശുദ്ധ ഗുണാഹ, നല്ല ഗുണങ്ങളാൽ ആദരിക്കപ്പെടുകയുള്ളൂ എന്ന് ഫലം പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഓരോ ഭാവങ്ങളിലും 3ാം ഭാവത്തിലായാലും 6ാം ഭാവത്തിലായാലും 12ാം ഭാവത്തിലായാലും ചമത്കാര ചിന്താമണി പോലുള്ള വിശിഷ്ട ഗ്രന്ഥങ്ങളിൽ ബുധൻ്റെ ഭാവസ്ഥിതിയിൽ ദോഷം പറഞ്ഞിട്ടില്ല. ഇവിടെ നാം ബുധൻ്റെ ചാരവശാലുള്ള ഒരു മാറ്റം ആണ് ചർച്ച ചെയ്യുന്നത്. കേവലം 20 ദിവസം മാത്രമാണ് ബുധൻ ചാരവശാൽ മാറുന്നത്. ബുധൻ ധനുരാശിയിലേക്ക് ഇതാ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2025 ഡിസംബർ മാസം 29-ാം തീയതി മുതൽ 2026 ജനുവരി മാസം 17-ാം തീയതി വരെ, അതായത് 1201 ധനുമാസം 14-ാം തീയതി മുതൽ മകരമാസം 3-ാം തീയതി വരെയുള്ള കേവലം 20 ദിനങ്ങൾ മാത്രമാണ് ബുധൻ ധനുവിൽ നിൽക്കുന്നത്. ശത്രുക്ഷേത്രത്തിലാണ് ബുധൻ നിൽക്കുന്നത്. എങ്കിലും ആ ബുധൻ ഓരോ ഭാവാലും, ഇപ്പോൾ ഉദാഹരണമായി ബുധൻ സൂര്യനും ശുക്രനുമൊത്താണ് നിൽക്കുന്നത്. അവിടെ ചൊവ്വയുമുണ്ട്. ചതുർഗ്രഹ യോഗ ഫലമാണ് അവിടെ സംഭവിക്കുന്നത്. അതിനാൽ പലപ്പോഴും ആ ബുധൻ എത്രത്തോളം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നെന്ന വിഷയം നമുക്ക് ചിന്തിക്കണം. പാണ്ഡിത്യം, സുവചനം, കലാസു നിപുണതാം, ഇങ്ങനെ തുടങ്ങി ധാരാളം കഴിവുകൾ ബുധന് പറഞ്ഞിട്ടുണ്ട്. അറിവിൻ്റെ നിറകുടമാണ് ബുധൻ. സുവചനം, നല്ല വാക്ക് സംസാരിക്കുന്ന ആളാണ്. കലകളിൽ നൈപുണ്യം ബുധനുമായി പറയപ്പെട്ടിട്ടുണ്ട്. ബുധൻ്റെ കാരകധർമ്മം പറഞ്ഞിരിക്കുന്നത് വചനം, ജ്ഞാനം, ഇന്തോസ്തനൂജഹ, ഇന്തോഹോ തനൂജഹ, ചന്ദ്രപുത്രൻ. വചനം വാക്കും ജ്ഞാനം അറിവുമാണ്. ബുധന് മരുമക്കളുടെയും അമ്മാമ്മൻ്റെയും ഒക്കെ കാരകധർമ്മങ്ങളുമുണ്ട്. അതിനാൽ മേടം മുതൽ 12 രാശിക്കാരുടെയും ഈ ചാരവശാൽ 20 ദിവസം മാത്രമുള്ള ബുധൻ്റെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ബുധ ഫലതസ്തു സർവദാ, ഏത് സമയവും ഫലം ചെയ്യുന്നു ബുധൻ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു ദിവസം എടുക്കുന്ന ലോട്ടറിയിലും ബുധൻ ബലവാനാണെങ്കിൽ ഭാഗ്യം സിദ്ധിക്കുന്നത്. കന്നിരാശിക്കാർക്ക് ശ്രദ്ധിക്കണം, അവരുടെ രാശി അധിപനായ ബുധനാണ് 4ാം ഭാവത്തിൽ നിൽക്കുന്നത്. വളരെ നല്ലതാണ്. ശുഭഗ്രഹമായ ബുധൻ കേന്ദ്രസ്ഥനായ 4ാം ഭാവത്തിൽ നിൽക്കുന്നു. ഒരു മഹാപരിവർത്തന യോഗം. ബുധക്ഷേത്രത്തിൽ വ്യാഴവും വ്യാഴക്ഷേത്രത്തിൽ ബുധനുവും പരിവർത്തന രാജയോഗം നടക്കുന്നു. അതിനു മുമ്പ് കന്നിരാശിക്കാരൊക്കെയാണ്? ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ കന്നിരാശിക്കാർക്ക് ബുധൻ 4ാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നു എന്ന് പറയണം. കാരണം ലഗ്നാധിപൻ ഏത് ഭാവത്തിൽ വന്നാലും ആ ഭാവത്തിന് ബലമാണ്. ഇവിടെ 4ാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഹോരാചാര്യർ പറഞ്ഞ ഫലം പണ്ഡിത എന്നാണ്. പിണ്ട അസ്യ അസ്ഥിതി പണ്ഡിത, ആത്മീയമായ വിഷയങ്ങളോട് താല്പര്യം വരും. അതിനാൽ ആത്മീയമായ വിഷയങ്ങളിൽ വ്യാപരിക്കുന്നവർക്ക്, മഹർഷികൾക്ക്, സന്യാസിവര്യന്മാർക്ക്, യോഗികൾക്കൊക്കെ തന്നെ ഈ ബുധൻ വളരെയധികം കർമ്മമേഖലയിൽ വളരെയധികം അഭിവൃദ്ധി ഉണ്ടാക്കും. കന്യായാം പരദേശക, തൻ്റെ ദേശം വിട്ട് അന്യദേശത്ത് പേരും പ്രശസ്തിയും ഉണ്ടാക്കാം. തങ്ങളുടെ ധർമ്മം, തങ്ങളുടെ മതം, ഇതുമായി ബന്ധപ്പെടുന്ന വിശ്വാസങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു നൂൽപ്പാലമായി ഈ ബുധൻ സഹായിക്കും കന്നിരാശിക്കാർക്ക്. അതിനാൽ വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ഈ 20 ദിവസത്തിനിടയിൽ വിദേശത്ത് പോയി തങ്ങളുടെ മതം സ്ഥാപിക്കുവാനുള്ള നല്ലൊരു സമയമാണ്. മതത്തിന് ഇന്നത് ക്രിസ്ത്യാനി, മുസ്ലിം, ഹിന്ദു എന്നൊന്നുമില്ല. ഏത് മതത്തിൽപ്പെടുന്ന വ്യക്തികൾക്കും വളരെ അനുകൂലമാണെന്നർത്ഥം. അതുമാത്രമല്ല, കർമ്മമേഖലയിൽ വലിയൊരു പദവി തനിക്ക് ലഭിക്കും. ചതുർത്ഥേചര്യ ചന്ദ്രയസ് ചാരുമിത്വോ വിശേഷാധിക ഭൂമിനാഥാം ഗണസ്യ, 4ാം ഭാവത്തിൽ ബുധൻ വന്നാൽ വിശേഷപ്പെട്ട അധികാരം ലഭിക്കും. ഭൂമിനാഥാം ഗണസ്യ, രാജാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്നും അധികാരികൾ, തൻ്റെ ഹയർ ഒഫീഷ്യൽസ്, അവരിൽ നിന്നും തനിക്ക് പേരും പ്രശസ്തിയും ഉണ്ടാക്കും. മുന്നോട്ട് നീങ്ങാം. ഭവേത് ലേഖകോ
ലിഖ്യദേവാ തതുക്തം. താൻ പറയുന്നത് എഴുതിയെടുക്കുവാനും താൻ എഴുത്തുകാരനുമാകും. അതിനാൽ എഴുത്ത് വിഷയങ്ങളിലൊക്കെ തന്നെ വളരെയധികം പേരും പ്രശസ്തിയും, നല്ല തിരക്കഥ, കഥ, കവിത, കഥാപ്രസംഗം എന്തെഴുതുന്നവർക്കും അവതരിപ്പിക്കുന്നവർക്കും വളരെയധികം നല്ലതാണ്. തദാജ്ഞാപരേഹി, തൻ്റെ ആജ്ഞ മറ്റുള്ളവർ ശ്രദ്ധിക്കും. പൈതൃകന്നോ ധനഞ്ജ, തനിക്ക് ഭൂമി വാങ്ങാം, പൈതൃകമായ സ്വത്ത് കിട്ടിയെന്ന് വരില്ല. തനിക്ക് ഭൂമിയുടെയോ വീടിൻ്റെയോ ചിന്ത ഈ സമയത്താകാം. അപ്രതീക്ഷിതമായി ബാങ്കിൽ നിന്ന് ലോൺ ലഭിക്കും. തനിക്ക് മുടങ്ങിക്കിടക്കുന്ന ലോൺ പെട്ടെന്ന് ശരിയായി തൻ്റെ വീട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ അനുകൂലമായി ചെയ്യുവാനുള്ള ഒരു കരുത്ത്, ക്ഷേമുഷി, അതിനിറങ്ങിത്തിരിക്കുവാനുള്ള ഒരു ആക്ഷൻ ആര് പ്രദാനം ചെയ്യും? ബുധൻ ഫലം ചെയ്യും. ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. ഈ സമയത്ത് ലോട്ടറി വ്യാപാരികൾക്കൊക്കെ തന്നെ വളരെ നല്ലതാണ്. പെട്ടെന്ന് ചില ലോട്ടറി ലക്ക് സംഭവിക്കും. പലപ്പോഴും ലോട്ടറി എടുക്കുമ്പോൾ പലരും നമ്പേഴ്സുകൾ എടുക്കും. ഉദാഹരണമായി തൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 3 ആണെങ്കിൽ കൂട്ടിയാൽ 3 കിട്ടണം, അല്ലെങ്കിൽ 6 കിട്ടണം, അല്ലെങ്കിൽ 9 കിട്ടണം. ഇപ്രകാരമുള്ള നമ്പറുകൾ എടുക്കുക. തൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 4 ആണെങ്കിൽ അത് 22 ആകാം, അല്ലെങ്കിൽ 1111 ആകാം. കൂട്ടിയാൽ 4 കിട്ടണം, അല്ലെങ്കിൽ 2 കിട്ടണം, അല്ലെങ്കിൽ 7 കിട്ടണം. ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 8 ആണെങ്കിൽ കൂട്ടിയാൽ 8 കിട്ടണം, അല്ലെങ്കിൽ 1 കിട്ടണം. ഇപ്രകാരമുള്ള രീതിയിൽ ന്യൂമറോളജി പ്രകാരം ലോട്ടറി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ പലപ്പോഴും നല്ല ഭാഗ്യം ഞാൻ ഉപദേശിച്ച പല ക്ലയൻസിനും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും ആ ഒരു രീതിയിൽ ഭാഗ്യശാലികളാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ആ രീതിയിൽ പ്രയത്നിക്കാം. ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുക്കാറുണ്ട്. പലരും ഭാഗ്യം പല രീതിയിൽ പരീക്ഷിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, കന്നി രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു 20 ദിവസക്കാലത്തെ പ്രാർത്ഥിക്കും. നന്ദി, നമസ്തേ.